ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം നടത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ മാനേജ്മെന്റ് ഭാഗം കേൾക്കാനായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ വേർതിരിവ് ഉണ്ടാകാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. വിഷയത്തിൽ സ്കൂൾ തലത്തിൽ എന്തെങ്കിലും സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് എനിക്ക് വ്യക്തമാക്കുവാനുള്ളത്. ആ വിഷയം അങ്ങനെ തീരുമെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. മേലിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പിന്നെ റിപ്പോർട്ട് ഒരുപാട് പേജുണ്ട്, ഞാൻ വായിക്കണോ? സ്കൂൾ ഡ്രസ് കോഡ് പാലിച്ചാണ് കുട്ടി ക്ലാസ്സിൽ വരുന്നതെങ്കിലും തലയിലൂടെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരുന്നതാണ് സ്കൂൾ മാനേജ്മെൻറ്റിന് അംഗീകരിക്കാൻ കഴിയാത്തത്. 2. തലയിലെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരാൻ പാടില്ല എന്ന് കൃത്യമായി സ്കൂൾ നിയമത്തിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ സ്കൂൾ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. 3. ശരിയായ രീതിയിൽ ഒരു PTA കമ്മിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പരാതിക്ക് ഇടവരില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കേരള WPC 1744/2016 വിധിയുടെ ഹൈക്കോടതിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ 8/5/2024 2991/2024 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പ്രകാരം എല്ലാ സ്കൂളുകളിലും ഒരു ഫീ റെഗുലേറ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കേണ്ടതും ഇതിൻ്റെ മുന്നോടിയായി PTA ജനറൽ ബോഡി ചേർന്ന് ഒരു PTA കമ്മിറ്റി രൂപീകരിക്കേണ്ടതും ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യപ്രകാരം ക്ലാസ് വൈസ് PTA അംഗങ്ങളെ നോമിനേറ്റ് ചെയ്ത് അവരിൽ നിന്നും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന അശാസ്ത്രീയമായ രീതിയാണ് സ്കൂൾ പിന്തുടരുന്നത്. അതുമൂലം മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന PTA കമ്മിറ്റിയാണ് നാളിതുവരെ ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ രീതി അടിയന്തരമായി തിരുത്തേണ്ടതാണ്. സ്കൂൾ രേഖകൾ പരിശോധിക്കുന്നതിനായി ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി വ്യവഹാരം നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ രേഖകൾ ഹാജരാക്കുവാൻ നിർവാഹമില്ല എന്നറിയിച്ചതിലൂടെ അന്വേഷണത്തോട് നിസ്സഹകരണ പ്രവണത ആണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ച് പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് ആയി നൽകിയ തുക തിരികെ നൽകിയാൽ കുട്ടി TC വാങ്ങി വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർന്നോളാമെന്ന് രക്ഷിതാവ് അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7, 8, 10 തീയതികളിൽ കുട്ടി ശിരോവസ്ത്രം അഴിക്കാൻ തയ്യാറാകാത്തതിനാൽ കുട്ടിയെ 1 മണിക്കൂറോളം ക്ലാസ്സിന് പുറത്ത് നിർത്തുകയും അതിനെ തുടർന്ന് പിതാവ് സ്കൂളിൽ വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതായി രക്ഷകർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ. അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു, പത്രങ്ങളിലൂടെ കേൾക്കുന്നു. ആ പ്രശ്നത്തിൽ വിഷയം തീരണമെങ്കിൽ തീർന്നോട്ടെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി പിന്നെ പ്രശ്നം തീർന്നല്ലോ, പ്രശ്നം തീർന്നു. പക്ഷെ ഒരു കാര്യം, ഈ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, ഒരു കുട്ടിയുടെ അവകാശം, അവനെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. എന്തിൻ്റെ പേരിലായിരുന്നില്ല ആർക്കും അവകാശം. സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? കിട്ടിയ പരാതിയെ സംബന്ധിച്ചവർ അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിയമാനുസരണം പിന്നെ റിപ്പോർട്ടിനുള്ളൊരു മറുപടി അവർ തരേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കും, അതിന് മറുപടി വാങ്ങുന്നതാണ്. മറുപടി വാങ്ങിയാലും പ്രശ്നം കൂടുതലിന് വഷളാക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഇതോട് അവസാനിപ്പിച്ച ശേഷം ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്.
മണി 12 ആയുള്ളൂ. ഞാനിനി കിട്ടിയിട്ടില്ല കേട്ടാ. അല്ല, അതൊക്കെ ചെയ്ത് വിട്ട് അതൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ശാന്തമായ അന്തരീക്ഷത്തിൽ പോകണം. അവിടെ ജാതിയുടെ കാര്യം പറഞ്ഞോ, മതത്തിൻ്റെ കാര്യം പറഞ്ഞോ, വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞോ, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞോ, ഒരു സംഘർഷം ഉണ്ടാകാൻ വേണ്ടി കാര്യം പറഞ്ഞോ, വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞോ, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞോ, ഒരു സംഘർഷം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയം അത് തന്നെയാണ്. 2016 മുതൽ ഞങ്ങൾ എടുത്തിട്ടുള്ള നയം അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അത് കേന്ദ്രീയ പിന്നെ സെൻട്രൽ സിലബസ് ഉള്ള അൺഎയ്ഡഡ് സ്കൂളാണ് എങ്കിലും ഇനിയിപ്പോൾ പുതുക്കേണ്ട സമയമാണ്. NOC പുതുക്കുന്നത് നമ്മളാണല്ലോ, വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. അല്ല, ഞാൻ എൻ്റെ നടപടിക്രമം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാ, അൺഎയ്ഡഡ് സ്കൂളായതുകൊണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.